പ്രീ ഫെർട്ടിലൈസേഷന് 2 ഇവൻറ്റുകൾ നമ്മൾ പറഞ്ഞിരുന്നു. ഗാമറ്റോജെനിസിസ് അഥവാ ഗാമറ്റ് ഫോർമേഷൻ, രണ്ടാമത്തെ ഇവൻ്റായിരുന്നു ഗാമറ്റ് ട്രാൻസ്ഫർ. സോ എങ്ങനെയാണ് ഗാമറ്റുകൾ ഫോം ചെയ്യണേ, അത് ഏത് ടൈപ്പ് സെൽ ഡിവിഷനാണ് ഗാമറ്റ് ഫോർമേഷനിൽ നടക്കുന്നത്, അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഉണ്ടായ ഗാമറ്റുകൾ എങ്ങനെയാണ് ട്രാൻസ്ഫർ ചെയ്യണത്, അതാണ് രണ്ടാമത്തത്. പ്രീ ഫെർട്ടിലൈസേഷൻ്റെ രണ്ടാമത്തെ സ്റ്റെപ്പാണ് ഗാമറ്റ് ട്രാൻസ്ഫർ. സോ വൺസ് ഫോം ചെയ്ത ഗാമറ്റുകൾ ട്രാൻസ്ഫർ ചെയ്താൽ മാത്രമേ അതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പായ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ ഇവൻ്റായ ഫെർട്ടിലൈസേഷൻ നടക്കുള്ളൂ. സോ ഫെർട്ടിലൈസേഷൻ നടക്കണമെങ്കിൽ ഉണ്ടായ ഗാമറ്റുകൾ ട്രാൻസ്ഫർ ചെയ്യണം. സോ മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമറ്റുകൾ ഫ്യൂസ് ചെയ്താൽ മാത്രമേ ഫെർട്ടിലൈസേഷൻ നടക്കുള്ളൂ. സോ എങ്ങനെയാണ് ഗാമറ്റുകൾ ട്രാൻസ്ഫർ ചെയ്യണത്? സോ ഗാമറ്റ് ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട് മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമറ്റ് ഫിസിക്കലി ബ്രോട്ട് ടുഗദർ. എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻ ഓർഡർ ടു ഫെസിലിറ്റേറ്റ് ഫെർട്ടിലൈസേഷൻ അല്ലെങ്കിൽ ഫ്യൂഷൻ. സോ മെയിൽ ഗാമറ്റും ഫീമെയിൽ ഗാമറ്റും ഒരുമിച്ച് വരണം. ഒരുമിച്ച് ബ്രോട്ട് ടുഗദർ ആയാൽ മാത്രമേ ഈ ഗാമറ്റുകൾ തമ്മിൽ മീറ്റ് ചെയ്യുള്ളൂ. ഈ മെയിൽ ഗാമറ്റും ഫീമെയിൽ ഗാമറ്റും മീറ്റ് ചെയ്താൽ മാത്രമേ, അല്ലെങ്കിൽ ഒരുമിച്ച് വന്നാൽ മാത്രമേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഇവൻ്റ് ആയിട്ടുള്ള ഫെർട്ടിലൈസേഷൻ അല്ലെങ്കിൽ ഫ്യൂഷൻ നടക്കുള്ളൂ. സോ എങ്ങനെയായിരിക്കും ഈ ഗാമറ്റുകൾ മീറ്റ് ചെയ്യുന്നുണ്ടാകുക? നമ്മൾ നോക്കുകയാണെങ്കിൽ മെജോറിറ്റി പ്ലാന്റ്സുകൾ എടുത്ത് നോക്കിയാൽ, അല്ലെങ്കിൽ മെജോറിറ്റി ഓർഗാനിസത്തിലും മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമറ്റുകൾ എങ്ങനെയാണ്? സോ മെജോറിറ്റിയിലും മെയിൽ ഗാമറ്റുകൾ മോട്ടിലിറ്റി ഉള്ളതാണ്, എന്നാൽ ഫീമെയിൽ ഗാമറ്റുകൾ സ്റ്റേഷനറിയാണ്. സോ മെജോറിറ്റി നോക്കിക്കഴിഞ്ഞാലും മെയിൽ ഗാമറ്റുകൾക്ക് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ മോട്ടിലിറ്റി ഉണ്ട്, അതേസമയം ഫീമെയിൽ ഗാമറ്റ് സ്റ്റേഷനറി ആയിരിക്കും. സോ മെയിൽ ഗാമേറ്റ്സ് മെജോറിറ്റിയിലും എങ്ങനെയായിരിക്കും? മെയിൽ ഗാമേറ്റ്സ് മോട്ടൈലായിരിക്കും, ഫീമെയിൽ ഗാമേറ്റ്സ് സ്റ്റേഷനറി ആയിരിക്കും. അതേസമയം ചില എക്സെപ്ഷൻ കേസുകളുണ്ട്. ചെറിയ എക്സെപ്ഷൻ കേസുകൾ എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ ഫംഗൈ ആൽഗെ പോലെയുള്ള ചില കേസുകളിലൊക്കെ എക്സെപ്ഷൻ കേസ്. എല്ലാ ഫംഗയിലും എല്ലാ ആൽഗയിലുള്ള ചില ഫംഗയിലും ചില ആൽഗയിലൊക്കെ എന്താണ് പ്രത്യേകത? മെയിൽ ഗാമറ്റും ഫീമെയിൽ ഗാമറ്റും 2 ഗാമേറ്റ്സും മോട്ടൈലായിരിക്കും. പക്ഷേ മെജോറിറ്റി നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? മെയിൽ ഗാമേറ്റ്സിന് മാത്രമേ മോട്ടിലിറ്റി ഉണ്ടായിരിക്കുള്ളൂ, ഫീമെയിൽ ഗാമേറ്റ്സ് സ്റ്റേഷനറി ആയിരിക്കും. ഇനി പറയുന്നത് സിമ്പിൾ പ്ലാന്റ്സ്, വളരെ ലോവർ പ്ലാന്റ്സുകളാണെങ്കിൽ ഫോർ എക്സാമ്പിൾ ആൽഗെ, ബ്രയോഫൈറ്റ്, ടെറിഡോഫൈറ്റ്, അതാണ് നമ്മൾ പറഞ്ഞാൽ കുറച്ചുകൂടി ലോവർ. സോ ആൽഗെ, ബ്രയോഫൈറ്റ്, ടെറിഡോഫൈറ്റ് പോലത്തെ സിമ്പിൾ പ്ലാന്റ്സുകളാണെങ്കിൽ അവിടെ ഈ ഗാമറ്റുകൾ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ അവിടെ ഒരു മീഡിയൻ വേണം. സോ എപ്പോഴാണെങ്കിലും ഒരു മെയിൽ ഗാമറ്റിനാണ് മെജോറിറ്റി നമ്മൾ പറഞ്ഞു മോട്ടിലിറ്റി ഉണ്ടെന്ന് പറഞ്ഞു. സോ ഈ മോട്ടിലിറ്റി ഉള്ള മെയിൽ ഗാമറ്റിന് ഫീമെയിൽ ഗാമറ്റിൻ്റെ അടുത്ത് എത്തണമെങ്കിൽ, അവർ തമ്മിൽ മീറ്റ് ചെയ്യണമെങ്കിൽ മെയിൽ ഗാമറ്റിന് ഇത് മൂവ് ചെയ്യാനുള്ള ഒരു മീഡിയം വേണം. ആ മീഡിയം എന്ന് പറയുന്നത് മെജോറിറ്റി നോക്കിക്കഴിഞ്ഞാൽ വാട്ടറാണ്. അത് ഇതിലാണ് നമ്മൾ പറഞ്ഞത് സിമ്പിൾ പ്ലാന്റ്സ് ആയ ആൽഗെ, ബ്രയോഫൈറ്റ്, ടെറിഡോഫൈറ്റിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഗാമറ്റ് ട്രാൻസ്ഫർ ചെയ്യാനുള്ള മീഡിയം എന്ന് പറയുന്നത് വാട്ടർ. സോ വാട്ടറിലാണ് ഈ മെയിൽ ഗാമറ്റ് ഫീമെയിൽ ഗാമറ്റിലേക്ക് എത്തുന്നത്, വാട്ടറിലൂടെ മൂവ് ചെയ്തിട്ടാണ്. സോ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ പറഞ്ഞ ആൽഗെ, ബ്രയോഫൈറ്റ്, ടെറിഡോഫൈറ്റിൻ്റെയൊക്കെ ലൈഫിൽ വാട്ടറിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പങ്കാണുള്ളത്. ബിക്കോസ് വാട്ടർ ഉണ്ടെങ്കിൽ മാത്രമേ അവരുടെ ഈ മൂവ്മെൻറ്റ്, അതുപോലെ ഫെർട്ടിലൈസേഷൻ അങ്ങനത്തെ ഇവൻറ്റുകളൊക്കെ നടക്കുള്ളൂ. സോ വാട്ടർ വളരെ എസെൻഷ്യലാണ് അവരുടെ ഈ സെക്ഷൽ സൈക്കിളാണെങ്കിൽ അത് കൊണ്ട് നടക്കാൻ വേണ്ടിയിട്ട്. സോ സിമ്പിൾ പ്ലാന്റ്സ് ആയ ആൽഗെ, ബ്രയോഫൈറ്റ്, ടെറിഡോഫൈറ്റിലൊക്കെ മീഡിയമായ വാട്ടറിലൂടെയാണ് മെയിൽ ഗാമേറ്റ്സ് ഫീമെയിൽ ഗാമറ്റിലേക്ക് എത്തി അവർ തമ്മിൽ ഫെർട്ടിലൈസേഷനിലേക്ക് ലീഡ് ചെയ്യുന്നത്. അതേസമയം സീഡഡ് പ്ലാന്റ്സ്, സോ ഈ മെയിൽ ഗാമറ്റ് ഫീമെയിൽ ഗാമറ്റിലേക്ക് എത്തുന്നത് വാട്ടറിലൂടെയാണെന്ന് പറഞ്ഞു. അപ്പോൾ വേറൊരു പ്രോബ്ലം ഉണ്ടെന്ന്. സോ മെയിൽ ഗാമറ്റ് ഈ വാട്ടറിലൂടെ ഫീമെയിൽ ഗാമറ്റിൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ ഒരുപാട് ഈ വാട്ടറിലൂടെ എത്ര ദൂരം സഞ്ചരിച്ചിട്ടാണ് ഫീമെയിൽ ഗാമറ്റിൻ്റെ അടുത്ത് എത്തുന്നത്? അപ്പോൾ ഒരുപാട് മെയിൽ ഗാമറ്റ്സുകൾ ഫീമെയിൽ ഗാമറ്റിൻ്റെ അടുത്ത് എത്തുന്നതിന് മുമ്പ് തന്നെ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. സോ ഒരുപാട് ലാർജ് നമ്പർ ഓഫ് മെയിൽ ഗാമറ്റ്സ് എത്ര തന്നെ ഉണ്ടായാലും ആ ലാർജ് നമ്പർ ഓഫ് മെയിൽ ഗാമറ്റ്സിൽ കുറച്ച് മെയിൽ ഗാമറ്റ്സിന് മാത്രമേ ഫീമെയിൽ ഗാമറ്റിൻ്റെ അടുത്ത് എത്താൻ പറ്റുള്ളൂ. സോ ലാർജ് നമ്പർ ഓഫ് മെയിൽ ഗാമറ്റ്സ് ഫീമെയിൽ ഗാമറ്റിൻ്റെ അടുത്ത് എത്താതെ ഈ വെള്ളത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരുപാട് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഈ നഷ്ടം നികത്താൻ വേണ്ടി ഇൻ ഓർഡർ ടു കോമ്പൻസേറ്റ് ദിസ് ലോസ്, മെയിൽ ഗാമറ്റ്സ് ഈ ട്രാൻസ്പോർട്ടിൻ്റെ സമയത്ത് മെയിൽ ഗാമറ്റ്സ് നഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ ഇല്ലാണ്ടാവുന്നത്, നശിക്കുന്നത് തടയാൻ വേണ്ടിയിട്ട് ലാർജ് നമ്പർ ഓഫ് ഗാമറ്റ്സുകൾ മെയിൽ ഗാമറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യും. ഫീമെയിൽ ഗാമറ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ 1000 ടൈംസ് ഇൻക്രീസ് അല്ലെങ്കിൽ മോർ നമ്പർ മെയിൽ ഗാമറ്റ്സ്, ഫീമെയിൽ ഗാമറ്റ് ഒരെണ്ണമാണെന്നുണ്ടെങ്കിൽ അതിനേക്കാളും 1000 ടൈംസ് മോർ മെയിൽ ഗാമറ്റ്സുകൾ പ്രൊഡ്യൂസ് ചെയ്യും. എന്നാൽ മാത്രമേ ഈ 1000 മെയിൽ ഗാമറ്റ്സിൽ കുറച്ചെങ്കിലും ഫീമെയിൽ ഗാമറ്റിൻ്റെ അടുത്തേക്ക് ഈ വാട്ടർ എന്ന് പറഞ്ഞ മീഡിയത്തിലൂടെ ട്രാൻസ്ഫർ ചെയ്ത് എത്തുള്ളൂ. സോ
വാട്ടർ എന്ന മീഡിയത്തിലൂടെ മെയിൽ ഗാമറ്റ് ഫീമെയിൽ ഗാമറ്റിൻ്റെ അടുത്ത് എത്തുമ്പോൾ ഒരുപാട് മെയിൽ ഗാമറ്റുകൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്, ഒരുപാട് മെയിൽ ഗാമറ്റുകൾക്ക് നാശം സംഭവിക്കാൻ സാധ്യതയുണ്ട്. കുറേ മെയിൽ ഗാമറ്റുകളൊന്നും തന്നെ ഫീമെയിൽ ഗാമറ്റിൻ്റെ അടുത്ത് എത്തുകയില്ല. ആ നഷ്ടം, ആ ലോസ് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മെയിൽ ഗാമറ്റുകളുടെ എണ്ണം എപ്പോഴും കൂടുതലായിരിക്കും. ഫീമെയിൽ ഗാമറ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ 1000 times, സെവറൽ 1000 times ഇൻക്രീസ്ഡ് നമ്പർ ഓഫ് മെയിൽ ഗാമറ്റ്സ് ആയിരിക്കും ഫീമെയിൽ ഗാമറ്റിനേക്കാളും കൂടുതൽ ഉണ്ടാവുക. അതേസമയം നമ്മുടെ സീഡ് പ്ലാന്റുകളിലൊക്കെ ആണെങ്കിൽ, സോ നോർമലായിട്ടുള്ള നമ്മളിപ്പോൾ ആൽഗെ, ബ്രയോഫൈറ്റ്, ടെറിഡോഫൈറ്റുകളിലാണ് വാട്ടർ എന്ന മീഡിയത്തിലൂടെ മെയിൽ ഗാമറ്റ് ഫീമെയിൽ ഗാമറ്റിക്ക് എത്തുന്നത്, ഗാമറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത്. എന്നാൽ സീഡ് പ്ലാന്റുകളിൽ അങ്ങനെയല്ല. സീഡ് പ്ലാന്റുകളിൽ പോളൻ കാരിയേഴ്സ് ആയിരിക്കും. സീഡ് പ്ലാന്റിൽ പോളൻ കാരിയേഴ്സ് ആയിരിക്കും എന്തായിരിക്കുക, കാരിയർ ഓഫ് മെയിൽ ഗാമറ്റ്. സീഡ് പ്ലാന്റുകളിൽ പോളൻ കാരിയേഴ്സാണ് കാരിയർ ഓഫ് മെയിൽ ഗാമറ്റായിട്ട് ആക്ട് ചെയ്ത് അത് എവിടേക്ക് എത്തുക, ഓവ്യൂൾ. ഓവ്യൂളിൽ എന്തുണ്ടായിരിക്കും, ഹാവ് ദ എഗ്. സോ സീഡ് പ്ലാന്റ്സിൽ പോളൻ കാരിയേഴ്സ് ആണ് കാരിയർ ഓഫ് മെയിൽ ഗാമറ്റായിട്ട് ആക്ട് ചെയ്യുന്നത്. എന്നിട്ട് അവരെവിടെ എത്തുന്നു, ഓവ്യൂൾ ഹാവ് ദ എഗ്, അതായത് ഫീമെയിൽ ഗാമറ്റിക്ക് എത്തുന്നു. അവിടെ പോളൻ കാരിയേഴ്സ് ആണ് വരുന്നത്, അവിടെ വാട്ടർ അല്ല. അതുപോലെ തന്നെ ബൈസെക്ഷൽ പ്ലാന്റ് ആണ് ഇത്. സോ പോളൻ ഗ്രെയിൻസ് ഈ പറഞ്ഞ ഫീമെയിൽ ഗാമറ്റിക്ക് എത്തുമ്പോൾ എന്ന് പറഞ്ഞാൽ പോളൻ ഗ്രെയിൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എവിടെയാണ്, ആന്തറിലാണ്. സോ പോളൻ ഗ്രെയിൻസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ആന്തർ, ആ പ്രൊഡ്യൂസ് ചെയ്യുന്ന പോളൻ ഗ്രെയിൻസ് ഫീമെയിൽ ഗാമറ്റിക്ക് എത്തണമെങ്കിൽ ആദ്യം ഫീമെയിലിൻ്റെ ആ ഫ്ലവറിൻ്റെ സ്റ്റിഗ്മയിൽ എത്തണം. സോ പോളൻ ഗ്രെയിൻസ് ഇൻ ആന്തർ ഹാവ് ടു ബി ട്രാൻസ്ഫേർഡ് ടു ദ സ്റ്റിഗ്മ. പോളൻ ഗ്രെയിൻസ് സ്റ്റിഗ്മയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം, എന്നാൽ മാത്രമേ അത് ഒരു ഫെർട്ടിലൈസേഷനിലേക്ക് ലീഡ് ചെയ്യുള്ളൂ. ബിക്കോസ് വൺസ് പോളൻ ഗ്രെയിൻ സ്റ്റിഗ്മയിൽ വന്നു കഴിഞ്ഞാൽ ആ സ്റ്റിഗ്മയിലൂടെ താഴെ അതിൻ്റെ സ്റ്റൈലിലൂടെ എത്തി പിന്നെ അതിൻ്റെ ഓവ്യൂളിൽ എത്തിയിട്ടാണ് എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്ത് ഫെർട്ടിലൈസേഷൻ നടക്കുള്ളൂ. സോ പോളൻ ഗ്രെയിൻസ് ആന്തറിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പോളൻ ഗ്രെയിൻസ് ആദ്യം സ്റ്റിഗ്മയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. സോ അതാണ് പോളൻ കാരിയേഴ്സ്. ട്രാൻസ്ഫർ ചെയ്താൽ മാത്രമേ അത് ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞ ഒരു ഇവൻറ്റിലേക്ക് ലീഡ് ചെയ്യുള്ളൂ. ഒരു ബൈസെക്ഷൽ പ്ലാന്റ് ആണെങ്കിൽ എന്താർത്ഥം, ആ ഒരു ഫ്ലവറിൽ തന്നെ മെയിലും ഫീമെയിൽ ഗാമറ്റുകൾ ഉണ്ടെന്നാണ് ബൈസെക്ഷലിനർത്ഥം. സോ ബൈസെക്ഷൽ ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണെങ്കിൽ, അതും ഒരു സെൽഫ് ഫെർട്ടിലൈസേഷൻ നടക്കുന്ന പ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ എന്താണ്, പോളൻ ഗ്രെയിൻസ് എപ്പോഴാണോ ആന്തറിൽ നിന്ന് പോളൻ ഗ്രെയിൻസ് ഷെഡ് ചെയ്ത് പുറത്തേക്ക് വരണേ അത് സ്റ്റിഗ്മയായിട്ട് പെട്ടെന്ന് തന്നെ കം ഇൻ കോണ്ടാക്ട്. ബിക്കോസ് ഈ പോളൻ ഗ്രെയിൻസ് ഈ ആന്തറിൻ്റെയും സ്റ്റിഗ്മേൻ്റെയും പൊസിഷൻ അടുത്തടുത്തായിരിക്കും. സോ ബൈസെക്ഷലാണ്, അതൊരു സെൽഫ് ഫെർട്ടിലൈസേഷൻ ആണെന്നുള്ള അങ്ങനെയുള്ളൊരു പ്ലാന്റ് ആണെങ്കിൽ, ഫ്ലവർ ആണെന്നുണ്ടെങ്കിൽ ഈ പോളൻ ഗ്രെയിൻസ് ഷെഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ എപ്പോഴാണ് പോളൻ ഗ്രെയിൻസ് ഷെഡ് ചെയ്യണേ അപ്പോൾ തന്നെ അത് സ്റ്റിഗ്മയായിട്ട് കോണ്ടാക്ട് ചെയ്യാനുള്ള സാധ്യത കൂടുതലായിരിക്കും. ബിക്കോസ് പോളൻ ഗ്രെയിൻസും അല്ലെങ്കിൽ ആന്തറും സ്റ്റിഗ്മയും ക്ലോസ് ടു ഈച്ച് അതർ ആയിരിക്കും. അതുകൊണ്ട് അവിടുത്തെ ഈ പറഞ്ഞ ഗാമറ്റ് ട്രാൻസ്ഫർ കുറച്ചും കൂടി ഈസി ആയിരിക്കും. സോ ബൈസെക്ഷൽ പ്ലാന്റ്സിൽ ആന്തർ ആൻഡ് സ്റ്റിഗ്മ ക്ലോസ് ടു ഈച്ച് അതർ. ബൈസെക്ഷൽ പ്ലാന്റ്സിൻ്റെ പ്രത്യേകത ആന്തറും സ്റ്റിഗ്മയും, അതായത് നമ്മുടെ മെയിൽ ഗാമറ്റും ഫീമെയിൽ ഗാമറ്റും രണ്ടും ഒരു ഫ്ലവറിലുണ്ടായിരിക്കും. ഈ ആന്തറും സ്റ്റിഗ്മയും അടുത്തടുത്തായിരിക്കും. സോ ആന്തറിൽ നിന്ന് പോളൻ ഗ്രെയിൻ എപ്പോൾ ഷെഡ് ചെയ്യണോ അത് അപ്പോൾ തന്നെ അടുത്തുള്ള സ്റ്റിഗ്മയിലേക്ക് കോണ്ടാക്റ്റിൽ വരുന്നു, അങ്ങനെ പോളിനേഷൻ നടക്കുന്നു. അതേസമയം ക്രോസ് പോളിനേഷൻ ആണെങ്കിൽ, ക്രോസ് പോളിനേഷനിൽ ഒരു സ്പെഷ്യൽ മെക്കാനിസം തന്നെ ആവശ്യമാണ് ഈ ഗാമറ്റ് ട്രാൻസ്ഫറിന്, അതാണ് പോളിനേഷൻ. ഈ പോളിനേഷൻ എന്ന് പറഞ്ഞ ഇവൻറ്റിലൂടെയാണ് ക്രോസ് പോളിനേഷനിൽ ഈ ഗാമറ്റ് ട്രാൻസ്ഫർ. ക്രോസ് പോളിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്ലവറിൻ്റെ മെയിൽ ഗാമറ്റിൽ നിന്ന് വേറൊരു ഫ്ലവറിൻ്റെ ജനറ്റിക്കലി ഡിഫറൻ്റ് ആയിട്ടുള്ള വേറൊരു ഫ്ലവറിൻ്റെ ഫീമെയിൽ ഗാമറ്റിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. സോ ക്രോസ് പോളിനേഷനിൽ സ്പെഷ്യൽ ഇവൻ്റായ പോളിനേഷനിലൂടെയാണ് എന്ത് സംഭവിക്കുന്നത്, ഗാമറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത്. സോ ഇവൻ്റ് ഓഫ് പോളിനേഷനിൽ നമ്മൾ ആദ്യം ഈ പോളൻ ഗ്രെയിൻസ് ആ ഫ്ലവറിൽ നിന്ന് ആന്തറിൽ നിന്ന് പോളൻ ഗ്രെയിൻസ് മെച്ചുവേർഡായി ഷെഡ് ഔട്ട് ചെയ്ത് ആ പോളൻ ഗ്രെയിൻസ് ഏത് ഫീമെയിൽ ഫ്ലവറിലേക്കാണെന്ന് വെച്ചാൽ ആ ഫീമെയിൽ ഫ്ലവറിൻ്റെ സ്റ്റിഗ്മയിലേക്ക് അത് വന്ന് വീഴുന്നു. ആ വന്ന് വീഴുമ്പോൾ അതൊരു പക്ഷേ ഇൻസെക്ട്സുകൾ വഴിയോ ഏതെങ്കിലും വേറെ ഏജൻസുകളെ, എയർ ആവാം, വാട്ടർ ആവാം, അല്ലെങ്കിൽ അനിമൽസ് ആവാം, ഇൻസെക്ട്സ് ആവാം, ഏത് ഡിഫറെൻറ്റ് ഏജൻസിലൂടെ ബയോട്ടിക്കോ എബയോട്ടിക്കോ ഉള്ള ഡിഫറെൻറ്റ് ഏജൻസുകളിലൂടെ ഈ ആന്തറിൽ നിന്ന് വരുന്ന പോളൻ ഗ്രെയിൻസ് സ്റ്റിഗ്മയിലേക്ക് വരുന്നു. അങ്ങനെ വൺസ് പോളൻ ഗ്രെയിൻസ് സ്റ്റിഗ്മയിൽ വന്നു കഴിഞ്ഞാൽ അവിടെ ജെർമിനേഷൻ നടക്കുന്നു. സോ പോളൻ ഗ്രെയിൻസ് ജെർമിനേറ്റ് ഓൺ സ്റ്റിഗ്മ ആൻഡ് ആ ജെർമിനേഷൻ നടന്നു കഴിഞ്ഞാൽ പോളൻ ട്യൂബ് ഉണ്ടാകുന്നു. ആ പോളൻ ട്യൂബ് മെയിൽ ഗാമറ്റുകളെ ക്യാരി ചെയ്ത് അതിൻ്റെ ഫീമെയിൽ ഗാമറ്റ് റീച്ച് ദ ഓവ്യൂളിലേക്ക് എത്തുന്നു. ഓവ്യൂളിലേക്ക് എത്തിക്കഴിഞ്ഞിട്ട് ആ
മെയിൽ ഗാമറ്റ് എഗിൻ്റെ അടുത്തുള്ള ഓവ്യൂളിലുള്ള ഫീമെയിൽ ഗാമറ്റുമായിട്ട് ഫ്യൂസ് ചെയ്ത് ഫെർട്ടിലൈസേഷൻ നടക്കുന്നു. സോ ക്രോസ് പോളിനേഷനിൽ സ്പെഷ്യൽ മെക്കാനിസം, അഡ്വാൻസ് അല്ലെങ്കിൽ സ്പെഷ്യൽ മെക്കാനിസമായ പോളിനേഷനിലൂടെയാണ് ഗാമറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത്. പോളൻ ഗ്രെയിൻസ് ഷെഡ് ചെയ്യണു, ഫീമെയിലിൻ്റെ സ്റ്റിഗ്മയിൽ വീഴുന്നു, സ്റ്റിഗ്മയിലെത്തി അവിടെ സ്റ്റിഗ്മയുടെ സ്റ്റൈലിലൂടെ വരുന്നു. അപ്പോൾ അവിടെ ജെർമിനേഷനാണ് നടക്കുന്നത്. പോളൻ ട്യൂബ് ആ പോളൻ ഗ്രെയിൻസിനെ ക്യാരി ചെയ്യുന്നു, അല്ലെങ്കിൽ മെയിൽ ഗാമേറ്റ്സിനെ ക്യാരി ചെയ്ത് ഓവ്യൂളിലേക്ക് എത്തുന്നു. ഓവ്യൂളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആ മെയിൽ ഗാമേറ്റ്സ് എഗിൻ്റെ അടുത്ത് അതിനെ ഡിസ്ചാർജ് ചെയ്ത് മെയിൽ ഗാമറ്റും ഫീമെയിൽ ഗാമറ്റും തമ്മിൽ ഫ്യൂഷൻ അഥവാ ഫെർട്ടിലൈസേഷൻ നടക്കുന്നു. അതേസമയം ഡയേഷ്യസ് പ്ലാന്റ്സിൻ്റെ പ്രത്യേകത എന്താ? മെയിലും ഫീമെയിൽ ഗാമറ്റും ഡിഫറൻ്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വലായിരിക്കും. അപ്പോൾ മെയിൽ ഗാമറ്റും ഫീമെയിൽ ഗാമറ്റും ഡിഫറെൻറ്റ് ഇൻഡിവിജ്വൽ ആണല്ലോ. ഡയേഷ്യസ് അനിമൽസിലാണെങ്കിൽ മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമറ്റ്സ് ഇൻ ഡിഫറെൻറ്റ് ഇൻഡിവിജ്വൽ. മെയിൽ ഒരു ഇൻഡിവിജ്വലിൽ, ഫീമെയിൽ ആ ജനറ്റിക് അവരുടെ ആ ഒരു ഇത് വേറെ ഇതിലായിരിക്കും. സോ മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമറ്റുകൾ 2 ഡിഫറെൻറ്റ് ഇൻഡിവിജ്വലായിരിക്കും ഉണ്ടാവുക. നമ്മൾ ഡയേഷ്യസ് എന്ന് പറയാം. അവിടെയാണെങ്കിൽ സ്പെഷ്യൽ മെക്കാനിസം ഉണ്ടായിരിക്കും. ഇതേപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്പെഷ്യൽ മെക്കാനിസത്തിലൂടെയാണ് അവിടെയും ഗാമറ്റ് ട്രാൻസ്ഫർ നടക്കുക. സോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇവൻറ്റ് ആയ ഫെർട്ടിലൈസേഷനിലേക്ക് ലീഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നടക്കേണ്ട സ്റ്റെപ്പുകളാണ് ഈ പ്രീ ഫെർട്ടിലൈസേഷനിലെ ഗാമറ്റോജെനിസിസ് ആൻഡ് ഗാമറ്റ് ട്രാൻസ്ഫർ. സോ നമ്മൾ പറയുകയാണെങ്കിൽ സക്സസ്ഫുൾ ട്രാൻസ്ഫർ ആൻഡ് കമ്മിങ് ടുഗദർ ഓഫ് ഗാമറ്റ്. മെയിൽ ഗാമറ്റും ഫീമെയിൽ ഗാമറ്റും ഒരുപോലെ ട്രാൻസ്ഫേർഡ്, അല്ലെങ്കിൽ മെയിൽ ഗാമറ്റ് ഫീമെയിൽ ഗാമറ്റിൻ്റെ അടുത്ത് കറക്റ്റ് ടൈമിൽ തന്നെ ട്രാൻസ്ഫേർഡ് ആവണം. ആൻഡ് ദേ ഷുഡ് ബി കമ്മിങ് ടുഗദർ. മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമറ്റ് ഒരുമിച്ച് വരണം. എന്നാൽ മാത്രമേ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു ഇവൻ്റായ സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ ഫെർട്ടിലൈസേഷനിലേക്ക് അത് ലീഡ് ചെയ്യുള്ളൂ. സോ സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ഇവൻ്റാണ് ഫെർട്ടിലൈസേഷൻ. സോ ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞ ഇവൻറ്റിലേക്ക് ലീഡ് ചെയ്യണമെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് ഈ പറഞ്ഞ ഗാമറ്റ് ട്രാൻസ്ഫർ. എന്താണ് ഗാമറ്റ് ട്രാൻസ്ഫറിൽ നടക്കേണ്ടത്? സക്സസ്ഫുൾ ട്രാൻസ്ഫർ. നമ്മൾ പറഞ്ഞ ഏത് മീഡിയം, ഈ പറഞ്ഞ വാട്ടറിലൂടെ ആയാലും, ഈ പറഞ്ഞ പോളൻ ഗ്രെയിൻസ് കാരിയർ ആയിട്ടായാലും, പോളിനേഷൻ ത്രൂ ഡിഫറെൻറ്റ് ഏജൻസ് ആണെങ്കിലും, ഏത് തരത്തിലാണെങ്കിലും സക്സസ്ഫുള്ളി ഈ മെയിൽ ഗാമറ്റുകളെ ട്രാൻസ്ഫർ ചെയ്യണം. അതിനുശേഷം ഈ 2 മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമറ്റുകളും ഒരുമിച്ച് വരണം. എന്നാൽ മാത്രമേ അതെന്ന് നടക്കുള്ളൂ, ഒരു ഫെർട്ടിലൈസേഷനിലേക്ക് ലീഡ് ചെയ്യുള്ളൂ. സോ സക്സസ്ഫുൾ ട്രാൻസ്ഫർ ആൻഡ് കമ്മിങ് ടുഗദർ ഓഫ് ഗാമറ്റ്സ്, മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമറ്റ്സ് ഒരുമിച്ച് വരണം. എന്നാൽ എന്ത് സംഭവിക്കും? എസെൻഷ്യൽ ആയിട്ടുള്ള സ്റ്റെപ്പായ ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞ ഒരു ക്രിട്ടിക്കൽ ഇവൻറ്റിലേക്ക് നടക്കും. സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു ഇവൻ്റാണ് ഫെർട്ടിലൈസേഷൻ.